ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ചായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നും ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. നേരം വെളുത്തത് നമ്മുടെ ദേശീയ പക്ഷി ഒന്നിരുന്ന് ഒച്ചപ്പാടെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഒച്ചകെട്ടാട്ടോ എഴുന്നേറ്റത്. അവിടെ മതിലയിൽ ഇരുന്ന് ഒച്ചെടുക്കുന്നുണ്ട്. ഇന്ന് പിന്നെ ദുഃഖവെള്ളി ആയതുകൊണ്ട് ബസ്സൊന്നും സർവീസ് നടത്തുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് കിടപ്പുണ്ട്. ഇപ്പം രാവിലെ നമുക്ക് കാപ്പിക്കുള്ള പരിപാടി നോക്കാവേ. ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അരി അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ അത് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന് കുഴിയൊക്കെ ഉണ്ട്. അപ്പം നിന്നപ്പോഴേ കുഴി ഉണ്ടെന്ന് എന്തിനാ അല്ലേ. ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ പൊന്നൂനും അപ്പം ചുടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ചുടാന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി കേട്ടോ. അവൾ ചുടട്ടെ, ചുട്ടു പഠിക്കട്ടെ. പൊന്നുൻ്റേതായ രീതിയിലൊക്കെ അപ്പം ചുട്ടു. പൊന്നും അപ്പം ചുട്ടുന്ന നേരത്ത് ഞാനപ്പോഴത്തേനും കറിക്കുള്ള പരിപാടി നോക്കിട്ടോ. കറിക്ക് നമ്മൾ സവാള മസാലയൊക്കെ ഇട്ട് ചാറാക്കാമെന്ന് വെച്ചു. അതിൽ മുട്ടയിട്ടാൽ മുട്ടക്കറി ആവും. മുട്ട ഇടാത്തതുകൊണ്ട് മുട്ടക്കറി എന്ന് പറയാൻ പറ്റില്ല, മസാലക്കറി എന്ന് പറയാം. മുട്ട ഇല്ലായിരുന്നു, അതുകൊണ്ട് മുട്ട ഇട്ടില്ല. പിന്നെ നമ്മൾ തൽക്കാലം സവാളയൊക്കെ വെച്ച് ഒരു മസാലക്കറി ഉണ്ടാക്കിട്ടോ. ഇനി ഈ കറി കൂട്ടി നമുക്ക് അപ്പം കഴിക്കാം. പൊന്നൂനുള്ള അപ്പം കറിയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അവളവിടെ ഇരുന്നുകൊണ്ട് കാർട്ടൂണൊക്കെ കണ്ട് രാവിലെ കാപ്പി കുടിച്ചു കേട്ടോ. ഞാനേതായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ പണികളുണ്ട്. ഇങ്ങനെ അപ്പം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വെള്ളം വന്നു. വെള്ളം വന്നപ്പോൾ പൊന്നു വെള്ളം പിടിക്കാമെന്ന് പറഞ്ഞ് കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നിറയൊക്കെ കഴിഞ്ഞു. അവൾ തന്നെ അടിച്ചു വരാമെന്ന് പറഞ്ഞ് കശി ചൂലൊക്കെ എടുത്ത് അടിച്ചു വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തന്നെയുള്ള ചോറിന് ഉള്ള പരിപാടി നോക്കിട്ടോ. അരിയൊക്കെ അടുപ്പിലിട്ടു. ഏറെക്കുറെ തിളയ്ക്കാറായപ്പോഴാട്ടോ വീഡിയോ എടുക്കാൻ തന്നെ നമ്മൾ അരി അടുപ്പിലിട്ടിട്ടുണ്ട്. പിന്നെ കറി പൊന്നൂന് രസം ഇഷ്ടമായതുകൊണ്ട് രസം ഉണ്ടാക്കിട്ടോ. ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ഒരു മാങ്ങ കിട്ടി, അതും കൊണ്ട് നമ്മൾ നല്ല മാങ്ങാക്കറി വെച്ചു കേട്ടോ. പിന്നെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി എന്നൊക്കെ പറയാം. പക്ഷെ മാങ്ങാക്കറിയൊക്കെ തീരാറായപ്പെട്ടിട്ട് ഞാൻ വന്ന് വീഡിയോ പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിള്ളേരവിടെ മറ്റേ ചീട്ടും കൊണ്ട് കൊട്ടാരം കെട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഗോപുരമൊക്കെ കെട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വീഡിയോ ഞാനില്ല, ഏതോ ഒരു കൊച്ചെടുത്തതാണേ. പൊന്നും അവിടെ കൊട്ടാരം കെട്ടുന്നു. പിന്നെ ഇവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. സ്കൂൾ അടച്ചുകൊണ്ട് സകല പിള്ളേർ സെറ്റും ഉണ്ട്. അപ്പോൾ പൊന്നൂന് കളിക്കാനൊക്കെ കൂട്ടിന് ആൾക്കാരായി. അപ്പോൾ അവരിങ്ങനെ കൊട്ടാരമൊക്കെ കെട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ പൊന്നും അവിടെ ഇരുന്ന് കൊട്ടാരം കെട്ടി മിക്കവാറും അത് താഴെ ഇട്ടു. പിന്നെ കുറച്ച് കൂർക്ക ഇരിപ്പുണ്ടായിരുന്നു. ആ കൂർക്ക നമ്മൾ ഉപ്പേരിയാക്കി. നമ്മൾ കൂർക്ക ഒലത്തി എന്നൊക്കെ പറയും. ഇവിടെ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാനും ആ ഒരു രീതിക്കായി കൂർക്ക ഉപ്പേരി ഉണ്ടാക്കി. ഇന്ന് ഉച്ചയ്ക്ക് രസമുണ്ട്, മാങ്ങാക്കറിയുണ്ട്, കൂർക്ക ഉപ്പേരിയുണ്ട് ധാരാളം. പിന്നെ മാങ്ങാച്ചാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മാങ്ങ അച്ചാറിട്ടത് ഇരിപ്പുണ്ട്. അങ്ങനെ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.